ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി. വീട്ടുകാരറിയാതെ അച്ചുവിൻ്റെയും അവളുടെ കിച്ചേട്ടൻ്റെയും പ്രണയവും അതിൻ്റെ തീവ്രമായ ഭാവങ്ങളിലൂടെ കടന്നു പോകുകയാണ്. ഓരോ നിമിഷവും കഴിയുന്തോറും അവരുടെ ഉള്ളിലെ പ്രണയം ഇരട്ടിയായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ദിനം തോറുമുള്ള മെസ്സേജുകളിലൂടെയും കോളുകളിലൂടെയും വല്ലപ്പോഴും നേരിൽ കാണുന്നതിലൂടെയും പരസ്പരം വിട്ടുപിരിയാൻ കഴിയാതെ പ്രണയിക്കുകയാണ് ഭദ്രയും കണ്ണനും. അതിനിടയിൽ ഭദ്രയുടെ ചേട്ടൻ മഹേഷ് ഭദ്രയുടെയും കണ്ണൻ്റെയും ബന്ധമറിഞ്ഞു. ഏതൊരാങ്ങളമാരെയും പോലെ ആദ്യമൊരു പൊട്ടിത്തെറി നടന്നുവെങ്കിലും മഹേഷ് കണ്ണനെയും ഒപ്പം കിച്ചുവിനെയും നേരിൽ കണ്ട് സംസാരിച്ചിരുന്നു. ഇപ്പോൾ ഭദ്രയുടെയും കണ്ണൻ്റെയും പ്രണയത്തിൻ്റെയും കണ്ടുമുട്ടലിൻ്റെയും സാരഥി മഹേഷാണ്. അവനൊപ്പം അവൻ്റെ പ്രണയിനിയായ രേണുകയുമുണ്ട്. മഹേഷ് ഒരു മെഡിക്കൽ ഹെൽത്ത് സെൻ്ററിലാണ് വർക്ക് ചെയ്യുന്നത്. അച്ചുവും ലച്ചുവും 10ാം ക്ലാസ്സിൻ്റെ നിർണായക ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ്. മോഡൽ എക്സാമിന് ഇനി കഷ്ടിച്ച് 1 മാസം മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഉഴപ്പെല്ലാം മാറ്റിവെക്കാൻ രണ്ടുപേരും ശ്രമിക്കുന്നുണ്ട്. മാത്സ് ട്യൂഷൻ എടുക്കാനല്ലാതെ കിച്ചു അച്ചുവിൻ്റെ മുന്നിലേക്ക് വരുന്നത് പരമാവധി കുറച്ചിരുന്നു. അല്ലെങ്കിൽ അവിടെ പഠിത്തം ഒന്നുമാകില്ല എന്നാണ് കിച്ചു പറയുന്നത്. അവനെ കാണാത്തതിൽ അച്ചുവിന് നല്ല വിഷമമുണ്ടാകുന്നുണ്ട്. മാത്സ് ട്യൂഷന് വരുമ്പോൾ കാണുമെങ്കിലും ആ മുഖത്ത് ഗൗരവമാണ്. പഠിപ്പിക്കുന്നതിൽ മാത്രമാണ് ശ്രദ്ധ. മെയിൻ എക്സാം കഴിയുന്നതുവരെ വീട്ടിൽ തന്നെ നിന്നാൽ മതിയെന്നും ട്യൂഷൻ എടുക്കാൻ അങ്ങോട്ട് വന്നോളാമെന്നുമാണ് കിച്ചു പറഞ്ഞിരിക്കുന്നത്. കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം പറഞ്ഞ് അച്ചു അവിടെ തന്നെ നിൽക്കുമെന്ന് അവനറിയാം. അച്ചുവിന് അടുത്ത ആഴ്ച പ്രീ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ അച്ചുവും ലച്ചുവും കമ്പൈൻ സ്റ്റഡി ചെയ്ത് പഠിക്കാൻ തീരുമാനിച്ചു. ലച്ചുവിൻ്റെ വീട്ടിലാണ് പഠിക്കാനിരിക്കുന്നത്. കൂട്ടത്തിൽ ലച്ചുവിൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റ് വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന അനുപമയുമുണ്ട്. അനുവിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അച്ചു പുസ്തകത്തിൽ നിന്ന് മുഖമുയർത്തി അനുവിനോട് ചോദിച്ചത്. ലച്ചുവിന് മനസ്സിലായി അച്ചുവിന് ബോറടിച്ചു തുടങ്ങിയെന്ന്. അച്ഛൻ, അമ്മ, 2 ചേട്ടന്മാർ, പിന്നെ ഒരു അനിയത്തി, പിന്നെ ഏട്ടത്തി. ആ, അവരൊക്കെ എന്ത് ചെയ്യുന്നു? മൂത്ത ഏട്ടൻ ഇവിടെയില്ല, ചെന്നൈയിൽ സെറ്റിൽഡാണ്. പേര് അദ്വൈത്. ഏട്ടത്തിയും ഏട്ടൻ്റെ ഒപ്പമാണ്, ശ്രുതി. പിന്നെ 2ാമത്തെ ഏട്ടൻ ഡിഗ്രി ഫൈനൽ ഇയർ ആണ്, ആദർശ്. അനിയത്തി 8ലാണ്, അദ്വിക. അനു പറഞ്ഞു നിർത്തിയപ്പോഴാണ് ഗേറ്റ് കടന്ന് ആദ്യ വരുന്നത് അവർ കണ്ടത്. ദേടി ആദ്യേട്ടൻ! അച്ചു ആദ്യയെ കണ്ട ആകാംക്ഷയിൽ പറഞ്ഞപ്പോഴാണ് ലച്ചു അവനെ കണ്ടത്. ഇങ്ങനെന്താ ഇവിടെ? ലച്ചു മനസ്സിലോർത്തു. എന്താണ് ഇവിടെ പരിപാടി? ആദി അവരെ നോക്കി ചിരിയോടെ ചോദിച്ചു. കമ്പൈൻ സ്റ്റഡിയാ, അച്ചുവാണ് മറുപടി പറഞ്ഞത്. എന്നിട്ട് സ്റ്റഡി വല്ലതും നടക്കുന്നുണ്ടോ ആവോ? ഉണ്ടല്ലോ, ഞങ്ങൾ പഠിക്കുകയായിരുന്നു. അവന് മുന്നിൽ പുസ്തകം നിവർത്തി കാണിച്ചുകൊണ്ട് അച്ചു പറഞ്ഞു. ഉവ്വേ, അല്ല ഇതാരാ? അനുവിനെ നോക്കിക്കൊണ്ട് സംശയത്തോടെ ആദി ചോദിച്ചു. ഞാൻ ആ വീട്ടിലെയാ. നേരെയുള്ള വീട്ടിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അനു പറഞ്ഞു. ആ. ആദി അവളെ നോക്കി പുഞ്ചിരിച്ചു. ചേട്ടൻ മാള കോളേജിലല്ലേ പഠിക്കുന്നേ? അവനെ നോക്കിക്കൊണ്ട് അനു ചോദിച്ചു. അച്ചുവും ലച്ചുവും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. അതെ, എങ്ങനെയറിയാം? എൻ്റെ ഏട്ടൻ അവിടെയാ പഠിക്കുന്നേ, ഡിഗ്രി ഫൈനൽ ഇയർ. എന്താ ചേട്ടൻ്റെ പേര്? ആദർശ്. ആ, ആദർശിൻ്റെ പെങ്ങളാണോ? അവൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആദി പറഞ്ഞതും അനു അവനെ നോക്കി പുഞ്ചിരിച്ചു. അല്ല, ആദിയേട്ടൻ ഇന്ന് കോളേജിൽ പോയില്ലേ? ലച്ചുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് അച്ചു അവനോട് ചോദിച്ചു. ഇല്ല മോളെ, ഇവിടെ കുറച്ച് പണിയുണ്ട്. ശ്യാമേട്ടനും ഇന്ന് പോയിട്ടില്ലേ ഏട്ടാ? ലാസ്റ്റ് പറഞ്ഞ ഏട്ടാ എന്ന വിളി അല്പം നീട്ടിക്കൊണ്ട് ലച്ചു അവനോട് ചോദിച്ചു. ഇല്ല. അവളെ നോക്കി താല്പര്യമില്ലാത്ത മട്ടിൽ ആദ്യ പറഞ്ഞു. അച്ചുവിനെയും അനുവിനെയും നോക്കി ചിരിയോടെ സംസാരിക്കുകയും തന്നോട് താല്പര്യമില്ലാത്തതുപോലെ സംസാരിക്കുകയും ചെയ്തപ്പോൾ ലച്ചുവിന് വിഷമം തോന്നിപ്പോയി. അജിത്തേട്ടനില്ലേ ഇവിടെ? ലച്ചുവിനെ നോക്കിയാണ് ചോദ്യം. എനിക്കറിയില്ല. ഉള്ളിലെ സങ്കടം കണ്ണിലേക്ക് വരുന്നതിന് മുന്നേ തല താഴ്ത്തിക്കൊണ്ട് ലച്ചു പതിയെ പറഞ്ഞു. അച്ചുവിന് ലച്ചുവിൻ്റെ കാര്യത്തിൽ വിഷമം തോന്നി. അജിത്തേട്ടൻ കിച്ചേട്ടൻ്റെ വീട്ടിലുണ്ട്. ലച്ചുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് അച്ചു ആദിയോട് പറഞ്ഞു. അത് കേട്ട് അവരോട് യാത്രയും പറഞ്ഞ് ആദ്യം അവിടെ നിന്നും പോയി. ലച്ചൂസേ! വാടിപ്പോയ ലച്ചുവിൻ്റെ മുഖം ഉയർത്തിക്കൊണ്ട് അച്ചു അവളെ വിളിച്ചു. അയ്യേ, എന്തിനാ കൊച്ചി കരയണേ? നിറഞ്ഞു തുളുമ്പാറായ ലച്ചുവിൻ്റെ കണ്ണുകൾ കണ്ട് അച്ചു ചോദിച്ചു. എന്നെ ആദിയേട്ടൻ ഒരിക്കലും ഇഷ്ടപ്പെടില്ലേടി. ലച്ചുവിന് വല്ലാത്തൊരു വിഷമം തോന്നി. അയ്യേ, അങ്ങനെയൊന്നുമില്ലേടി, എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടില്ലേ കിച്ചേട്ടൻ? അച്ചു അവളെ നോക്കി ധൈര്യത്തോടെ പറഞ്ഞു. അവളുടെ ഒരു കിച്ചേട്ടൻ!
ലോകത്തെ ഏറ്റവും പഠിച്ച കള്ളനാണ് അങ്ങേര്. 2 ദിവസത്തിനുള്ളിൽ എല്ലാം സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനെപ്പറ്റി ഒരു വാക്ക് പോലും മിണ്ടിയില്ല നിന്റെ കള്ള കാമുകൻ. കിച്ചുവിൻ്റെ പേര് കേട്ടതും ലച്ചു കരച്ചിലൊക്കെ മാറ്റിവെച്ച് അവൾക്ക് നേരെ ചീറി. അനുവും അച്ചുവും ഒന്ന് പേടിച്ചു. ഒന്ന് പതുക്കെ പറയ്, നിന്റെ അമ്മ കേൾക്കും. അച്ചു ലച്ചുവിൻ്റെ ഷോൾഡറിൽ തല്ലിക്കൊണ്ട് പറഞ്ഞു. അതെ, എന്താണ് സംഭവമെന്ന് പറഞ്ഞാൽ എനിക്ക് കൂടെ മനസ്സിലാക്കാമായിരുന്നു. അച്ചുവിൻ്റെയും ലച്ചുവിൻ്റെയും പറച്ചിൽ കേട്ട് കിളി പോയി അനു അവസാനം പറഞ്ഞു. അപ്പോഴാണ് അവർ രണ്ടുപേരും അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടെന്നോർത്തത്. അത് പിന്നെ ഇപ്പോൾ പോയ ആളില്ലേ, ആളോട് എൻ്റെ ലച്ചുമ്മയ്ക്ക് മുടിഞ്ഞ പ്രേമ. ശരിക്കും? അനുവിൻ്റെ മുഖത്ത് ആശ്ചര്യമാണ്. ആന്നേ. അനു ലച്ചുവിനെ നോക്കിയതും ലച്ചു അവളെ നോക്കി ചിരിച്ചു കാണിച്ചു. പിന്നെ അച്ചു അവരുടെ സ്റ്റോറി പറഞ്ഞു കൊടുത്തു. നിന്റെ കയ്യിൽ വല്ല ഐഡിയ ഉണ്ടോ ആദിയേട്ടനെയും ഇവളെയും സെറ്റാക്കാൻ? അച്ചു അനുവിനെ നോക്കി. നമുക്ക് സെറ്റാക്കാന്നേ. അനു പറഞ്ഞതും രണ്ടുപേരും അവളെ നോക്കി. അനു അവരെ രണ്ടുപേരെയും നോക്കി കണ്ണു ചിമ്മി കാണിച്ചു. അല്ല, നേരത്തെ കള്ള കാമുകൻ എന്നൊക്കെ ഇവൾ പറഞ്ഞല്ലോ, എന്താണ്? അനുവിൻ്റെ ചോദ്യം അച്ചുവിനെ തേടിയെത്തി. അതൊരു പ്രണയമാണ് അനുവേ, ഇവൾക്ക് ഇവളുടെ മുറച്ചെറുക്കനോടുള്ള പ്രണയം. ലച്ചു പറഞ്ഞുകൊണ്ട് എല്ലാം പറഞ്ഞു കൊടുത്തു. അല്ല മോളെ, നിനക്ക് പ്രേമമൊന്നുമില്ലേ? അച്ചു അനുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അവളുടെ മുഖത്തൊരു കള്ളച്ചിരി വിരിഞ്ഞു. പ്രേമമില്ല, ബട്ട് ക്രഷുണ്ട്, ഭയങ്കര ഇഷ്ടാ. ആരാണ്? ആരാ? പേരെന്താ? എവിടെയുള്ളതാ? ആരാണ് ആളെന്ന് എനിക്കറിയില്ല, പേരും അറിയില്ല. പിന്നെ ഈ നാട്ടിലുള്ള ആളാണ്, അതുമാത്രം അറിയാം. അനു വിഷമത്തോടെ പറഞ്ഞു. ഈ നാട്ടിലുള്ള ആളോ? നീ വല്ല ക്ലൂവും പറയ്. ഞങ്ങൾക്കറിയാത്ത ആൺപിള്ളേർ ഈ നാട്ടിൽ കുറവാ, അച്ചു പറഞ്ഞു. ഞാൻ ആദ്യം കണ്ടത് അമ്പലത്തിൽ വെച്ചാ, ആദർശേട്ടനൊപ്പം. ഈ നാട്ടിൽ ആദ്യമായി വന്നിട്ട് അമ്പലത്തിൽ പോയപ്പോൾ തൊഴുതുകൊണ്ട് നേരെ നോക്കിയത് ആളെയായിരുന്നു. അപ്പോൾ തന്നെ ക്രഷ് അടിച്ചു. പിന്നാലെ പോകണമെന്ന് കരുതി, പിന്നെ ഏട്ടനുള്ള കാരണം ചെയ്തില്ല. പിന്നെ കണ്ടത് വായനശാലയിൽ വെച്ചാ. ഏട്ടനൊപ്പം നോവൽ ബുക്സ് എടുക്കാൻ പോയപ്പോഴാ അവിടെ ഇരുന്ന് നോവൽ വായിക്കുന്ന ആളെ കണ്ടത്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാവാനാ? ലച്ചു ചോദിച്ചു. ആളുടെ കഴുത്തിൽ ഒരു മാലയുണ്ട്, സിൽവർ കളർ. അതിൽ അയ്യപ്പസ്വാമിയുടെ ലോക്കറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ ശബരിമല സീസണിൽ കറുപ്പ് ഷർട്ടും മുണ്ടൊക്കെ എടുത്ത് സ്വാമിയായി വരുന്ന ആളെയും ഞാൻ കണ്ടിട്ടുണ്ട്. മുഖത്തെപ്പോഴും ഒരു ചെറിയ ചിരിയാണ്, അനു പറഞ്ഞു. അമ്പലം, വായനശാല, അയ്യപ്പസ്വാമിയുടെ ലോക്കറ്റ്, ശബരിമല, ചെറുചിരി. അച്ചു എല്ലാം റിവൈൻഡ് ചെയ്തു പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫോണെടുത്ത് വാട്സപ്പിൽ ഒരാളുടെ പ്രൊഫൈൽ എടുത്ത് അനുവിൻ്റെ നേരെ തിരിച്ചു. ഫോണിലേക്ക് നോക്കിയതും അനുവിൻ്റെ കണ്ണുകൾ വിടർന്നു. ഇതാണോ നിനക്ക് ക്രഷ് അടിച്ച മുതൽ? അച്ചു അനുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അതെ, ഇതാ. നിനക്ക് എങ്ങനെ ആളറിയാം? അനു വിടർന്ന കണ്ണോടെ ചോദിച്ചു. ലച്ചു ഫോണിലേക്ക് നോക്കി. ഗിരിയേട്ടൻ. ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ട് ലച്ചു പറഞ്ഞു. അനു അവൾ പറഞ്ഞത് കേട്ട് അവളെ നോക്കി. ഇന്ന് അച്ചുവിൻ്റെ സ്കൂളിൽ ആനുവൽ ഡേ ആണ്. 10ാം ക്ലാസ് ആയതുകൊണ്ട് തന്നെ അച്ചുവിൻ്റെ കൂട്ടുകാരെല്ലാം രാത്രി വരെ എല്ലാം കഴിയുന്നതുവരെ നിൽക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ വീട്ടിൽ സമ്മതിപ്പിച്ചുകൊണ്ട് അച്ചു പോകാൻ തയ്യാറെടുത്തു. രാത്രി 10 മണിയോടെ അടുത്ത് പരിപാടികൾ അവസാനിക്കും. കണ്ണേട്ടൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മ, ഞാൻ ഇറങ്ങുക, രാധികയോട് വിളിച്ചു പറഞ്ഞ് യൂണിഫോമിൻ്റെ ഷോളും പിൻ ചെയ്ത് കുത്തി അച്ചു ഉമ്മറത്തേക്ക് ഇറങ്ങി വന്നു. അപ്പോഴേക്കും പിന്നാമ്പുറത്ത് നിന്നും രാധികയും വന്നു. സൂക്ഷിച്ചു പോണം, നട്ടുച്ച സമയാ. അവിടുത്തത് കഴിയുമ്പോൾ വിളിക്കണം. പിന്നെ കണ്ണനെ വിളിച്ചോളൂ, അവൻ വരും കൊണ്ടുവരാൻ, രാധിക പറഞ്ഞു. ശരിയമ്മേ, അമ്മയോട് പറഞ്ഞ് അച്ചു റോഡിലേക്ക് നടന്നു. ജംഗ്ഷനിൽ നിന്ന് കയറാതെ അച്ചുവിൻ്റെ കൂട്ടുകാരി ടീനയുടെ വീട്ടിലേക്ക് നടന്നു. അവളുടെ സ്റ്റോപ്പിൻ്റെ അവിടെ നിന്ന് കയറുവാനാണ്. ഇവിടെ താൻ ഒറ്റയ്ക്ക് ഉണ്ടാവാറുള്ളൂ, അവിടെയാകുമ്പോൾ അവളുണ്ടാവൂലോ. ആലോചനയോടെ മുന്നോട്ട് നടന്നു. ഓർമ്മകൾ വീണ്ടും കിച്ചണിൽ വന്ന് നിന്നു. എൻ്റെ വടക്കുന്നാഥ, എന്നെയും കിച്ചേട്ടനെയും നീ പിരിക്കല്ലേ. പാവല്ലേ ഞാനും എൻ്റെ കിച്ചേട്ടനും. ആളില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല. ആലോചനയ്ക്കിടയിൽ കണ്ണുകൾ നിറഞ്ഞു. സൈഡിൽ കൂടെ പോകുന്ന ഒരുപാട് വണ്ടികൾ ഹോണടിക്കുന്നത് അച്ചു കേൾക്കുന്നുണ്ടായിരുന്നു. ടീനയുടെ തറവാട് വീടിൻ്റെ അവിടെ എത്തിയതും അച്ചു ഒന്ന് നിന്നു. ആ വീടിനോട് ചേർന്നുള്ള സിമൻറ്റ് വിരിച്ച വഴിയിലൂടെ അച്ചു മുന്നോട്ട് നടന്നു. 2 വീടുകൾക്കപ്പുറം പച്ച നിറത്തിലുള്ളൊരു വാർപ്പ് വീട് കണ്ടതും അച്ചു ആ വീടിൻ്റെ കോളിംഗ് ബെൽ അമർത്തി. ആ, കേറി വായോ. ടീനയുടെ അമ്മ വാതിൽ തുറന്നതും അച്ചുവിനെ അകത്തേക്ക് ക്ഷണിച്ചു.
ഒരു ചെറിയ മടിയോടെ അച്ചു അകത്തേക്ക് കയറി. ടീനെ! അവളുടെ അമ്മ ഉറക്കെ വിളിച്ചതും യൂണിഫോം പാൻറ്റും ടോപ്പും ധരിച്ചുകൊണ്ട് മുറിയിൽ നിന്ന് ടീന ഇറങ്ങി വന്നു. വളരെ മെലിഞ്ഞ പ്രകൃതക്കാരിയാണ് ടീന. എടി, ഒരു 5 മിനിറ്റ്, ടീന പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് കയറി. പിന്നാലെ അച്ചുവും ചെന്നു. റെഡിയായി യൂണിഫോം ഷോൾ കുത്തിക്കൊണ്ട് ടീന തിരിഞ്ഞു. പോകാം. ആ, ടീനയുടെ അമ്മയോട് പറഞ്ഞുകൊണ്ട് അച്ചുവും ടീനയും ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. ഇടവഴി കടക്കുന്നതിന് മുന്നേ തന്നെ ഹോൺ അടിച്ചുകൊണ്ട് ബസ് പോകുന്നത് 2 പേരും കണ്ടു. ആ, ബെസ്റ്റ്. ഇനി എപ്പോഴാണ് അടുത്ത ബസ്? അച്ചു ചോദിച്ചു. 2:30. ജോൾസിനെ വിളിച്ച് പറയട്ടെ, നമുക്ക് അവിടെ വീട്ടിൽ പോകാം. അവിടെ നിന്നാകുമ്പോൾ വേറെ ബസ് കിട്ടും. അച്ചു പറഞ്ഞതും സമയം കളയാതെ ജോൾസ്നയുടെ വീട്ടിലേക്ക് നടന്നു 2 പേരും. ഏകദേശം 15 മിനിറ്റോളം ഉണ്ട് അവിടേക്ക്. നടന്ന് അവിടെ എത്തിയതും മുന്നിൽ തന്നെ ജോൾസ്നയും അവിടെ അമ്മച്ചിയും ഉണ്ടായിരുന്നു. അമ്മച്ചി സ്നേഹത്തോടെ അവരെ അകത്തേക്ക് ക്ഷണിച്ചു. ഒരു ഗ്ലാസ് ടാങ്ക് കലക്കി കൊടുത്തു. വെയിലത്ത് ഇവിടം വരെ നടന്നതുകൊണ്ട് 2 പേർക്കും ദാഹമുണ്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞതും 3 പേരും കൂടി സ്റ്റോപ്പിലേക്ക് നടന്നു. ടൗണിലേക്ക് പോകുന്ന ഒരു ബസ് കണ്ടതും 3 പേരും അതിൽ കയറി. അലങ്കാരങ്ങളൊക്കെ കൊള്ളാം അല്ലേ? ഗേറ്റിന് മുന്നിലായി തൂക്കിയിട്ടിരിക്കുന്ന ബാനറുകളും വെൽക്കം ബോർഡുകളും ബലൂണുകളും തോരണങ്ങളും നോക്കിക്കൊണ്ട് അച്ചു പറഞ്ഞു. ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ, ജോൾസിന് പറഞ്ഞു. ആളുകൾ കുറച്ച് കഴിഞ്ഞേ വരുള്ളൂ. ഇപ്പോൾ നമ്മൾ സ്റ്റുഡൻസ് ആവും. കാരണം എന്താ? ഇനി അങ്ങോട്ട് 3 മണിക്കൂർ ഇവറ്റകളുടെ പ്രസംഗമല്ലേ? ടീന പറഞ്ഞതും ബാക്കി 2 പേരും ചിരിച്ചു. അകത്തേക്ക് കയറിയതും ടീനയുടെയും ജോൾസ്നയുടെയും കൂട്ടുകാർ നിൽക്കുന്നത് കണ്ടു. അവർക്കടുത്തേക്ക് പോയി നിന്നു. കണ്ണുകൾ കൊണ്ട് ചുറ്റുമൊന്ന് പരതി. മീരയും സനയും സെറീനയും വന്നിട്ടുണ്ടോ എന്ന് നോക്കി. ആര്യ! ആരോ വിളിക്കുന്നത് കേട്ടപ്പോൾ ആ വശത്തേക്ക് നോക്കി. സെറീനയാണ്. എടി, ഞാൻ അവരുടെ അടുത്തേക്ക് പോവാണേ. നിങ്ങൾ പോകുമ്പോൾ എന്നോടൊന്ന് പറഞ്ഞോളൂ, ടീനയോടും ജോൾസ്നയോടും പറഞ്ഞുകൊണ്ട് അച്ചു അവരുടെ അടുത്തേക്ക് പോയി. നിങ്ങൾ വന്നിട്ട് കുറേ നേരമായോ? അവരെ നോക്കി അച്ചു ചോദിച്ചു. ഇല്ലടി, 5 മിനിറ്റ് ആവുന്നു. നീ എല്ലാം കഴിഞ്ഞല്ലേ പോവൂ? സന ചോദിച്ചു. ആടി, നിങ്ങളോ? ഞങ്ങളും, അവരും പറഞ്ഞു. 4 പേരും കൂടെ നിരത്തിയിട്ടിരിക്കുന്ന കസേരകളുടെ ബാക്കിൽ പോയി ഒരു മൂലയിലായിട്ടിരുന്നു. രംഗപൂജ തുടങ്ങാൻ സമയമായിട്ടുണ്ട്. അതിൻ്റെ ഒരുക്കമാണ് സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്രാവശ്യത്തെ രംഗപൂജ +2 ചേച്ചിമാരുടെ ആണല്ലേ? മുന്നിലേക്ക് നോക്കിയിരിക്കവേ മീര പറഞ്ഞു. സാധാരണ നമ്മുടേതല്ലേ വരാറ്? അപ്പോഴേക്കും സ്റ്റേജിൽ നിന്ന് രംഗപൂജയുടെ പാട്ടുയർന്നു. അതോടൊപ്പം +2 സെക്ഷനിലെ ചേച്ചിമാർ ഒരുപോലത്തെ കോസ്റ്റ്യൂമൊക്കെ അണിഞ്ഞ് സ്റ്റേജിൽ കയറി ചുവടുകൾ വയ്ക്കാൻ തുടങ്ങി. തുടക്കം മുതൽ അവസാനം വരെ നല്ല ഭംഗിയിലായിരുന്നു രംഗപൂജ നടന്നത്. അതിനുശേഷം 10ാം ക്ലാസ്സിൽ നിന്ന് 2 കുട്ടികൾ ആങ്കറിങ്ങിനായി കയറി. കറുപ്പും വെള്ളയും ചേർന്ന പാവാടയും ടോപ്പും അണിഞ്ഞ് സ്റ്റേജിലേക്ക് കയറി വന്നു. കയ്യിലുള്ള കാർഡിൽ നോക്കി ഓരോരുത്തരെയായിട്ട് സ്റ്റേജിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി. ഗേറ്റിൻ്റെ അവിടെ നിന്ന് പട്ടുപാവാട അണിഞ്ഞ ചെറിയ കുട്ടികൾ മുതൽ വലിയ കുട്ടികൾ വരെ കയ്യിൽ കടലാസ് കൊണ്ടുണ്ടാക്കിയ പിങ്കും വെള്ളയും ചേർന്ന പൂക്കൾ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. 4 പെൺകുട്ടികൾ ഒരു വലിയ റാ പോലത്തെ സാധനത്തിൽ പലതരം പൂക്കൾ പിടിച്ചു നിൽക്കുന്നു. സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നവരെ ആനയിച്ചു കൊണ്ടുവരുവാനാണ്. ആദ്യമായി പ്രിൻസിപ്പലിനെയും അസിസ്റ്റന്റ് ടീച്ചറെയും സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്തു. അതിനുശേഷം എല്ലാ സെക്ഷനിലെയും പ്രധാന അധ്യാപകരെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചു. പിന്നീട് മുഖ്യ അതിഥിയായ MLA സാറിനെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്തു. അവർക്കെല്ലാം ബൊക്കയും ജ്യൂസും കൊടുത്ത് കസേരയിലിരുത്തി. വെയിൽ കൊണ്ടിരിക്കുന്ന നമുക്ക് ഒരു കുപ്പി പച്ചവെള്ളം പോലും ഇല്ല, മീര അത് കണ്ടതും കൂടിയുള്ളവരോട് പറഞ്ഞു. അവൾ പറഞ്ഞത് കേട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന കുറച്ചു കുട്ടികളും മാതാപിതാക്കളും ചിരിച്ചു. പിന്നീട് അങ്ങോട്ട് സ്റ്റേജിൽ അരങ്ങേറിയത് ഓരോരുത്തരുടെ പ്രസംഗമായിരുന്നു. സ്വാഗതം തൊട്ട് അധ്യക്ഷ പ്രസംഗം വരെ കഴിഞ്ഞതും 2 മണിക്കൂറോളം കഴിഞ്ഞിരുന്നു. നന്ദി പറയുന്നതിന് മുൻപായി സ്കൂൾ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുവാൻ ഒരു ടീച്ചർ കയറി വന്നു. സ്കൂളിലെ പ്രവർത്തനങ്ങളെപ്പറ്റിയും അങ്ങനെ പലതിനെ പറ്റിയും പറഞ്ഞ് ശേഷം നന്ദി പറച്ചിലോടെ പരിപാടികൾ ആരംഭിക്കുകയായി. 3 മണിക്ക് തുടങ്ങിയ പ്രസംഗം തീർന്നത് 6 മണിയായപ്പോഴാണ്. കുട്ടികളെല്ലാം പരിപാടികൾ കാണാൻ സ്റ്റേജിലേക്ക് നോട്ടമിട്ടിരുന്നു. ആളുകൾ കൂടി തുടങ്ങി. ബാക്കിലിരുന്നത് കൊണ്ട് തന്നെ പരിപാടികളൊന്നും കാണാൻ പറ്റാതെയായതും 4 പേരും എഴുന്നേറ്റ് മരച്ചുവട്ടിൽ പോയി നിന്നു. പലവിധ ഡാൻസുകളും, ഗ്രൂപ്പ് ഡാൻസ്, ഒറ്റയ്ക്കുള്ളത്, പാട്ട്, നാടൻപാട്ട്, നാടകം, അങ്ങനെ പലവിധ പരിപാടികൾ സ്റ്റേജിൽ അരങ്ങേറി. കയ്യിലുള്ള പൈസ കൊണ്ട് 4 പേരും ഐസ്ക്രീം വാങ്ങി കഴിച്ചു. കുറച്ചു നേരം കഴിഞ്ഞതും സെറീനയുടെ അച്ഛൻ അവരെ കൊണ്ടുപോകാൻ വന്നു. സെറീനയ്ക്കൊപ്പം സനയും പോയി. നിന്റെ അച്ഛൻ എപ്പോഴാ വരിക? അച്ചു മീരയോട് ചോദിച്ചു. അറിയില്ലേടി. പറഞ്ഞു തീരും മുൻപേ മീരയുടെ അച്ഛനും അമ്മയും അനിയനും വന്നു.
അവരോടൊപ്പം കുറച്ചു നേരം സംസാരിച്ചിരുന്നു. അച്ചുവിൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടേ പോവുള്ളൂ എന്ന് മീരയുടെ അച്ഛൻ പറഞ്ഞു. അച്ചുവിന് ആശ്വാസം തോന്നി. കുറച്ചു കഴിഞ്ഞതും അച്ചു ഫോണെടുത്ത് കണ്ണനെ വിളിച്ചു. അവൻ ഫോൺ എടുക്കുന്നില്ല എന്ന് കണ്ടതും അച്ചുവിന് പേടിയാവാൻ തുടങ്ങിയിരുന്നു. മോളെ, ഞങ്ങൾ പോട്ടെ, അമ്മയ്ക്ക് പെട്ടെന്ന് വയ്യാതായെന്ന് മീരയുടെ അമ്മ പറഞ്ഞു. ആ ആൻറ്റി പൊക്കോ, ഏട്ടൻ വരാറായി, മെസ്സേജ് അയച്ചിരുന്നു. പേടിയുണ്ടേലും അവർ പൊക്കോട്ടെ എന്ന് അവൾ കരുതി. കുറച്ചു നേരം കൂടെ കഴിഞ്ഞതും തനിക്കരികിൽ ആരോ വന്ന് നിൽക്കുന്നത് പോലെ തോന്നി അച്ചുവിന്. എന്തുകൊണ്ടോ ഇത്രയും പേര് ഇവിടെ നിൽക്കുന്നുണ്ടേലും ഒറ്റയ്ക്കായതുപോലെ പേടി തോന്നി അവൾക്ക്. അരികിൽ നിൽക്കുന്നത് ആരാകുമെന്ന് നോക്കാൻ മുഖം ചിരിച്ചു നോക്കി. അവിടെ നിൽക്കുന്ന ആളെ കണ്ടതും അച്ചുവിന് അത്ഭുതവും അതേസമയം സങ്കടവും തോന്നിപ്പോയി.